എന്ത് വില കൊടുത്താണെങ്കിലും കപ്പ് നേടണമെന്ന് ആഗ്രഹിക്കുന്ന ടീമുകളാണ് കൊൽക്കത്ത ടീംസ്. അതിപ്പോൾ മോഹൻ ബഗാനാണെങ്കിലും ഈസ്റ്റ് ബംഗാളാണെങ്കിലും ഇപ്പോൾ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്ത് വന്നപ്പെട്ട മുഹമ്മദൻസ് ആണെങ്കിലും അവർക്കെല്ലാവർക്കും കപ്പ് വേണം. അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ കാര്യം ഒന്ന് നോക്കിയാൽ മതി. അവർ ഡ്യൂറൻ കപ്പിൽ അവരുടെ റിസർവ് ടീമുമായിട്ടാണ് ഇറങ്ങുന്നതെന്ന് പറയുമെങ്കിൽ പോലും അവർ ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജൊക്കെ കടക്കുമ്പോഴത്തേക്കും അവരുടെ മെയിൻ ടീമിനെ അങ്ങ് ഇറക്കാൻ നോക്കും. കാരണം അവർക്ക് ഡ്യൂറൻ കപ്പ് വേണം. ഒരു 10-12 വട്ടം അവർ അതടിക്കുകയാണെങ്കിൽ പോലും അവർക്ക് ഉറപ്പായിട്ട് വേണ്ടൊരു സംഭവം തന്നെയാണ് ഡ്യൂറൻ കപ്പ് എന്ന് പറയുന്നത്. സോ അവർ ഏത് വിധേനയും ആ ഒരു കപ്പ് നേടാൻ ശ്രമിക്കുന്ന ടീമുകളാണ് കൊൽക്കത്ത ടീംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും കപ്പില്ലാത്ത, നമുക്കിതുവരെ കപ്പില്ല എന്ന് ഇത് മാറ്റാൻ വേണ്ടി മാത്രം ഡ്യൂറൻ കപ്പ് ഫുൾ സ്ക്വാഡിനെ കൊണ്ടുപോയൊരു ടീമാണ്. ഇപ്പോൾ ഒരു ഡ്യൂറൻ കപ്പ് പോലെ അടിച്ചാൽ, അതായത് അടിക്കുമെന്ന് വെക്കുക, സോ അടുത്ത സീസൺ മുതൽ നമ്മൾ എന്താ ഇറക്കാൻ പോകുന്നത്, നമ്മുടെ റിസർവ് താരങ്ങളെയും യങ് പ്ലേയേഴ്സിനെയൊക്കെ ആയിരിക്കും നമ്മൾ ഇറക്കാൻ പോകുന്നത്. സോ അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. കപ്പ് എന്ന് പറഞ്ഞാൽ അത് കൊൽക്കത്ത ടീംസിന് വളരെ വേണ്ടപ്പെട്ട കാര്യമാണ്. അത് 10-12 എണ്ണം അടിച്ചാൽ കുഴപ്പമില്ല, ഇനി അവർക്ക് വേണം. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയാണ് അവരുടെ. എന്തായാലും ഇപ്പോൾ നമ്മുടെ മുഹമ്മദൻസ് നമുക്കറിയാം, അവർ അത്ര മികച്ചൊരു തുടക്കമല്ല അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരു ഡെബ്യൂട്ടൻ്റ് ക്ലബ്ബാണ്. എന്തായാലും അവരുടെ കോച്ച് നമുക്കറിയാം, ആന്ദ്രേ ചെർണിഷേവ് ഹൈലി പഠിപ്പിച്ച കോച്ചാണ്. എന്തായാലും ആ കോച്ചിനെ അവർ മാറ്റി ഇവാൻ വുക്കോമനോവിച്ചിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഒരു പ്രമുഖ കൊൽക്കത്തൻ മാധ്യമമാണിത് പുറത്തേക്ക് വിട്ടത്. എന്തായാലും വുക്കോമനോവിച്ച് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു തന്നെ അറിയണം. ഒരു വലിയ ഓഫർ കൊടുത്താൽ ആരായാലും കണ്ണുകളിൽ പോവും. അതിപ്പോൾ അദ്ദേഹം കേരളത്തെ മാത്രമേ ഇന്ത്യയിൽ പരിശീലിപ്പിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും നമുക്കറിയാം കൊൽക്കട്ടൻ ക്ലബ്സ് കൊടുക്കുന്ന ഓഫർ എന്നൊക്കെ പറയുന്നത് വളരെ വലിയ ഓഫറാണ്. അവർക്ക് മറ്റ് കൊൽക്കട്ടൻ ക്ലബ്സിനെക്കാട്ടി നല്ല രീതിയിൽ കളിക്കണം, അതിനെക്കാട്ടി മികച്ച ടീം വേണം എന്ന രീതിയിലുള്ള മെൻറ്റാലിറ്റിയുള്ള ക്ലബ്ബുകളാണ് എല്ലാ ക്ലബ്ബുകളെന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ മിക്കവാറും എനിക്ക് തോന്നുന്നു ഇവാൻ വുക്കോമനോവിച്ച് വന്നാലും അത്ഭുതപ്പെടാനില്ല. കാരണം അദ്ദേഹത്തിന് പൈസയാണ് മുഖ്യം, ജോബാണ് മുഖ്യം. നമുക്കറിയാം ഇപ്പോൾ ഫാൻസിനെ കൈയെടുക്കാൻ പലതും പറയാം. സോ അത് പാലിക്കണം എന്നുള്ള കാര്യമൊന്നും അത്രയ്ക്കില്ല. എന്തായാലും ഇത് വന്നാലും കുഴപ്പമില്ല, വന്നില്ലെങ്കിലും കുഴപ്പമില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സ്